എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കുവാൻ ശ്രമിക്കുക. പല സ്ഥലങ്ങളിലാണെന്നുള്ളത് എനിക്കറിയാം. എങ്കിലും സാവകാശമുള്ളവർ വീഡിയോ ഓൺ ചെയ്തിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എബനേസർ മലയാളം ഫെലോഷിപ്പ് ചർച്ച് സിംഗപ്പൂർ പ്രിയപ്പെട്ടവർ നടത്തുന്ന ഈ മീറ്റിംഗിലേക്ക് എന്നെ വിളിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ സമയം ഈ മീറ്റിംഗ് നടത്തുന്ന ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഫെബാൻഡി, എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങൾ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ആന്റി പറഞ്ഞതുപോലെ എൻ്റെ പേര് ഗീത സണ്ണി. സ്തോത്രം. എന്നെ ഈ മീറ്റിംഗിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയത് ബിന്ദു ബിനോയ് എന്ന സിസ്റ്ററാണ്. ഞാൻ UAE മീറ്റിങ്ങിനായി കടന്നുപോയപ്പോൾ അവിടെ പ്രിയ സിസ്റ്റർ മകള് മീറ്റിങ്ങിനുണ്ടായിരുന്നു. അവരും ഫാമിലിയാണ് എന്നെ ആ മീറ്റിംഗ് സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത്. സ്തോത്രം. ഞാൻ അവിടെ നടക്കുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഈ മോള് റെക്കോർഡൊക്കെ ചെയ്തു, മെസ്സേജ് കേട്ടു, അമ്മയ്ക്ക് ഇട്ടുകൊടുത്തു എന്നൊക്കെ പിന്നത്തേതിൽ പറയുവാൻ ഇടയായി. എല്ലാത്തിനും ഒരു മുഖാന്തരമുണ്ടല്ലോ. സ്തോത്രം. അങ്ങനെയാണ് പ്രിയ ബിന്ദു സിസ്റ്റർ എന്നെ വിളിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ ഇടയായത്. ആ മുഖാന്തരം പ്രിയപ്പെട്ടവരെ ഒന്ന് കാണുവാനും സ്തോത്രം വചനം പങ്കിടുവാനും എൻ്റെ അനുഭവങ്ങൾ പങ്കിടുവാനും ദൈവം സഹായിക്കുന്നത്. സ്തോത്രം. ഞാനൊരു 4 വരി പാട്ട് പാടിയിട്ട് എൻ്റെ ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കായി ദേവൻ തന്ന യേശുവിലാണ് എനിക്കെല്ലാം. എനിക്കായി ദേവൻ തന്ന യേശുവിലാണ് എനിക്കെല്ലാം. അവൻ എന്നെ നടത്തിയിടുന്നു തിരുഹിതം പോലെ എന്നും. എൻ്റെ സ്തുതിയും പാട്ടുമേ എൻ്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂശിൽ. എൻ്റെ കൂടാരം പൊളിയുവോളം യേശുവിൻ ക്രൂശിൽ മാത്രം. എൻ്റെ കൂടാരം പൊളിയുവോളം യേശുവിൻ ക്രൂശിൽ മാത്രം. എൻ്റെ കൂടാരം പൊളിയുവോളം. മഹാപരിശുദ്ധനും നിത്യ നീതിമാനും കർത്താവേ, ദൈവസ്നേഹിലായിരിക്കാൻ ദൈവിക വചന ശുശ്രൂഷയുമായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനവുമായി കർത്താവേ എന്റെ മക്കളുടെ മുമ്പാകെ നിൽക്കുവാൻ സ്വർഗസ്ഥനായ ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ദൈവവചനവും കർത്താവേ എൻ്റെ അനുഭവത്തിൽ നിന്നും കർത്താവെ ഇന്ന് പകൽക്കാലം ശുശ്രൂഷയിൽ കർത്താവ് ഞാൻ ആയിരിക്കുമ്പോൾ ഉയരത്തിലെ കൃപ കൊണ്ട്, ഉയരത്തിലുള്ള ജ്ഞാനം കൊണ്ട് കർത്താവെ അവിടെ നിന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വചനം കർത്താവെ ഹല്ലേലൂയ അതും ജീവിതങ്ങളെ കർത്താവ് മാറ്റുമെന്ന് പറഞ്ഞിരിക്കുന്നതായ അവസ്ഥയിലേക്ക് കർത്താവ് അവിടുന്ന് പെരുമാറാകണമേ. മക്കൾക്കൊരു വിടുതലായി കാണുവാൻ അടിയനും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുന്നത്. പ്രിയപ്പെട്ട മീറ്റിംഗിനെ ദൈവം അനുഗ്രഹിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമസ്ത വിശ്വന്റെയും അങ്ങയുടെ കർത്തൃ താഴ്ത്തിയേൽപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥനകടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തിരുവനന്തപുരത്താണ്. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത്. കർത്താവിന്റെ വേലയുമായിട്ട് മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ കർത്താവിനെ അറിയുവാനിടയായത്. പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാനും ജലത്തെ സാക്ഷീകരിക്കുവാനും ആയതുപോലെ തന്നെ
ആ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ കർത്താവിന്റെ വേല തിരഞ്ഞെടുത്ത ദൈവവചന പഠനത്തിനായിട്ട് ഞാൻ ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജ് തിരുവല്ലയിലേക്ക് കടന്നുപോയി. അവിടെ കടന്നുപോയി അതിനുശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷം എൻ്റെ വിവാഹം നടന്നു. തിരുവല്ലയിലുള്ളതായ ദൈവദാസനാണ് വിവാഹം കഴിച്ചത്. തിരുവല്ല കെ സി ജോൺ പാസ്റ്റർ സഭാംഗമായിരിക്കുന്ന സണ്ണി ജോർജ് ദേവദാസിന് വിവാഹം കഴിച്ചു. ശേഷം എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണല്ലോ, ഇവിടേക്ക് കടന്നു വന്നു. സ്തോത്രം. ശുശ്രൂഷയുള്ള ബന്ധത്തില ഞങ്ങൾക്ക് കെ സി തോമസ് പാസ്റ്ററുടെ കീഴില് കഴിഞ്ഞ 29 വർഷം ദൈവസഭയുടെ ശുശ്രൂഷയുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ദൈവം 2 കുഞ്ഞുങ്ങളെ നൽകിയിട്ടുണ്ട്, ഒരു മകനും ഒരു മകളും. സ്തോത്രം. ഹല്ലേലൂയ. എന്നാല് കഴിഞ്ഞ 1 വർഷം 8 മാസങ്ങൾക്ക് മുമ്പായിട്ട് എൻ്റെ ദൈവദാസൻ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. സ്തോത്രം. പെട്ടെന്ന് ഉണ്ടായതായ ഒരു അറ്റാക്ക് ആയിരുന്നു, സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. സ്തോത്രം. അത് മുഖാന്തരം ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാൻ ഇടയായി. ഹല്ലേലൂയ. തുടർന്നുള്ളതായ ആ അനുഭവങ്ങളൊക്കെയും ദൈവവചനത്തിന്റെ ശുശ്രൂഷ സമയത്ത് ഞാനത് പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. എന്നാൽ അതിനുശേഷമായി എൻ്റെ കർത്താവിന്റെ വേലയിൽ തന്നെ നിൽക്കുവാനൊക്കെയും ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. അതിലൊക്കെ കൃപ എൻ്റെ കഴിവല്ല, എൻ്റെ യോഗ്യത ഒന്നുമല്ല. സ്തോത്രം. ആമേൻ. എനിക്ക് ദൈവം നൽകിയ ജ്ഞാനവും ദൈവകൃപയും മാത്രമാണ്. സ്തോത്രം. അതുകൊണ്ട് മാത്രമാണ് ദൈവം നൽകിയ ചില അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ നിൽക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. അതിന് ഞാൻ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയാണ്. സ്തോത്രം. അല്ല എങ്കിൽ എനിക്കിങ്ങനെ ശുശ്രൂഷയിൽ നിൽക്കുവാൻ കഴിയാത്ത വിധം ഞാൻ ആകുമായിരുന്നു. എന്നാൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എന്നെ സഹായിച്ചു, എന്നെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അല്പസമയം ചിന്തയ്ക്കായിട്ട് ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രതിസന്ധികളിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക വെളിപ്പാട്. എന്നെ കാണുന്ന, എന്നെ കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കടന്നു വന്ന കടമ്പകൾ എത്രയോ പ്രതിസന്ധികളിൽ കൂടെയാണ്. ഹല്ലേലൂയ. ചില പ്രതിസന്ധികൾ കടന്നു വരുന്ന സമയത്ത് എങ്ങനെ നാം അതിനെ തരണം ചെയ്യുമെന്ന് പലപ്പോഴും നാം ചിന്തിച്ചിട്ടുണ്ട്, അല്ലെ? സ്തോത്രം. എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ ഇനി എങ്ങനെയായിത്തീരും, എൻ്റെ കുടുംബം എങ്ങനെയായിത്തീരും, എൻ്റെ മക്കൾ എങ്ങനെയായിത്തീരും എന്നൊക്കെ നാം ചിന്തിക്കുന്നുണ്ട്, അല്ലെ? സ്തോത്രം. എന്നാൽ നാം സേവിക്കുന്ന നമ്മുടെ ദൈവം കൺമണി പോലെ ദൈവം നമ്മെ കാത്തുപരിപാലിക്കുക. ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴൊക്കെയും ദൈവത്തിന്റെ മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ മാറ്റമില്ലാത്ത ദൈവവചനം കർത്താവ് നമുക്ക് നൽകി നമ്മെ ശക്തീകരിക്കും. സ്തോത്രം. ദൈവവചനം ഇങ്ങനെ പറയുന്നു, അല്പസമയത്തേക്ക് മാത്രം ഞാൻ നിന്നെ തള്ളി, എന്നാൽ മഹാകരുണയോടെ ഞാൻ നിന്നെ പിന്നത്തേതിൽ തീർത്തുകൊള്ളുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതെ, ആ വചനം മതി നമ്മെ നടത്തുന്നത്. സ്തോത്രം. തകർന്നു പോയി, ഇനി എനിക്ക് ഒരു രക്ഷയുമില്ലെന്ന് പറഞ്ഞ് ദൈവത്തിന് നിലവിളിക്കുന്ന ജീവിതത്തിന് ആ ഒരൊറ്റ വചനം മതി നമുക്ക് നമ്മുടെ ദൈവത്തോട് അടുക്കുവാനും നമ്മുടെ ഭാരങ്ങൾ ഒന്ന് മാറിപ്പോകുവാൻ ഇടയാകും. കാരണം ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് അത് ജീവനുള്ള ആ വചനമാണ്. സ്തോത്രം. ആ വചനം ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കത്തില്ല. ആ ഒരു വചനം ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, ഒരു വചനം നമുക്ക് ലഭിച്ചുവെങ്കിൽ ആ വചനം നമ്മളെ ക്രിയ ചെയ്തതിന് മാത്രമേ അത് പിന്നെ തിരിച്ചു പോകത്തുള്ളൂ. അത് നമ്മൾ വിശ്വസിക്കുക. ഞാൻ പറയുന്നതല്ല, പ്രവചന പുസ്തകത്തിൽ അങ്ങനെ ദൈവിക വചനം, ദൈവിക ആലോചന വലിയവനായ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നൽകിയിട്ടുണ്ട്. സ്തോത്രം. ഒത്തിരി വചനങ്ങൾ ഇതിനകത്ത് ഉണ്ട്, ഈ വേദപുസ്തകത്തിനകത്തുണ്ട്. എന്നാൽ പലപ്പോഴും നാം അത് കാണാതെ വണ്ണം പോവുകയാണ്. പലപ്പോഴും നാം ആവർത്തിച്ച് വായിച്ചു പോകുന്ന എത്രയോ വചനങ്ങളുണ്ട്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, ജീവിതത്തിൽ ഏത് കോണിലും നാം ആയിരിക്കുമ്പോഴും ഏത് അവസ്ഥയിൽ കൂടെ കടന്നുപോയാലും ആ വചനം നമ്മോട് ഇടപെടണമെങ്കിൽ, ഒരു ജീവിതത്തിൽ ഒരു അനുഭവം വരുമ്പോൾ പലപ്പോഴും വായിച്ച് നാം മറന്നുപോയ ആ വചനമായിരിക്കും നമ്മോട് ഇടപെടുന്നത്. നാം വിചാരിക്കും, ഓ ഇത്രയല്ലേ ഉള്ളൂ. സ്തോത്രം. ഒരു താഴ്വരയിൽ കൂടി കടന്നുപോയാലും ഇനി ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകും. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയാം, ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടാവുമ്പോൾ കൂരിരിൽ താഴ്വരയിൽ കൂടി നടന്നുപോയാലും
ഈ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ആ വചനം പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ പ്രാബല്യത്തിൽ വരുമ്പോൾ, സ്തോത്രം, നാം അനുഭവിക്കുന്ന വേദനയ്ക്ക് ഒരു വിടുതൽ തരുമ്പോൾ നമുക്ക് ശക്തമായിട്ട് പറയുവാൻ കഴിയും, ആമേ, കൂരിയ താഴ്വരെ കൂടെ നടന്നാലും ഒരനർത്ഥം എനിക്ക് ഭവിക്കത്തില്ല. കാരണം അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു അനുഭവത്തെ മറ്റൊരു അനുഭവം കൊണ്ട് ഒരിക്കലും വെട്ടുവാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരും അനുഭവിക്കുന്ന അനുഭവങ്ങൾ ഇതിനകത്തിരിക്കുന്നവർക്ക് പരസ്പരം പറയുവാൻ കഴിയത്തില്ല. പക്ഷേ ഇതൊക്കെയും അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഒരിക്കലും കൈവിടുകയല്ല, ദൈവം ഉപേക്ഷിക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയുന്നു, അല്പസമയത്തേക്ക്, അല്പകാലത്തേക്ക് മാത്രം ഞാൻ തന്നെ തള്ളിയെങ്കിലും മഹാകരുണയോടെ ചേർത്തുകൊള്ളുന്ന ദൈവമാണ്. അത് മറന്നു പോകരുത്. സ്തോത്രം. ഇതിനകത്ത് ഒത്തിരി പേര് വേദനയോടെ ദൈവസന്നിധിയില് കരയുന്ന ജീവിതങ്ങളുണ്ട്. ആമെ, പുറത്തു നോക്കുമ്പോൾ അവർ ചിരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നടത്തുന്നു. പക്ഷേ ജീവിതത്തിനകത്ത് പുറത്തു പറയുവാൻ കഴിയാതെ ഇരിക്കുന്ന എത്രയോ ജീവിതം ഇതിനകത്തുണ്ട്. സ്തോത്രം. നിങ്ങളൊന്ന് ശക്തമായിട്ട് ദൈവവചനം ഞാനിവിടെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ, അവർ മാത്രമല്ല ബാക്കി എല്ലാവരും, ഇതിനകത്ത് ഉള്ളതായ എല്ലാ സഹോദരങ്ങളും ഒന്ന് മനസ്സിലാക്കുക, ദൈവമായിട്ടൊരു ബന്ധം. ഈ സമയം ഞാൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ ദൈവമായിട്ടൊരു ബന്ധം നിങ്ങൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ട ദൈവിക ദൂത്, നിങ്ങൾക്ക് ലഭിക്കേണ്ട ദൈവവചനം ഈ ശുശ്രൂഷയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത് വിടുതലിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. മത്തായി സുവിശേഷം 14 അധ്യായം അതിന്റെ 33 വാക്യം. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വായിക്കുക. അവർ പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യമെന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലെ 1-ാമത്തെ പുസ്തകം മത്തായി സുവിശേഷം, സുവിശേഷങ്ങൾ 4, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതിലാദ്യത്തെ സുവിശേഷം മത്തായി സുവിശേഷം. ആമുഖം ഒത്തിരി പറഞ്ഞ് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറയുന്നു, പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. നിങ്ങൾ മറന്നു പോകരുത്, പ്രസംഗത്തിന്റെ കാതലായ കാര്യമെന്ന് പറയുന്നത് പ്രതിസന്ധികളിൽ കൂടി ലഭിക്കുന്ന ദൈവിക വെളിപ്പാട്. ഹല്ലേലൂയ. എല്ലാവരും പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ദൈവം എങ്ങനെയാണ് ഇടപെട്ടത് എന്ന് അല്പസമയം ആ സമയത്തേക്കൊന്ന് ചിന്തിച്ചിട്ട് പിന്നീട് അത് മറന്നു കളയുക. എന്നാൽ ഒരു പ്രതിസന്ധി കടന്നു വരുന്ന സമയത്ത് അതിനകത്തൊരു ദൈവ ശബ്ദമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ ശിഷ്യന്മാർ പറയുകയാ, നീ ദൈവപുത്രൻ സത്യം എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ പുറകിലോട്ട് നാം നോക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു സംഭവം നടക്കുന്നു. തൊട്ട് മുൻപിലായിട്ട് സ്നാപക യോഹന്നാന്റെ തല വെട്ടിയതായ സംഭവം അവിടെ നടക്കുന്നുണ്ട്. ഇത് അറിഞ്ഞിട്ടാണ് യേശു അവിടെ നിന്ന് മാറി, സ്തോത്രം, വചനം ശുശ്രൂഷിക്കുവാനും പുരുഷാരത്തിന് ദൈവവചനം പറഞ്ഞു കൊടുക്കുവാനും ആയിരുന്നത്. വളരെ ഒരു പുരുഷാരമാണ് യേശുവിനെ പിൻഗമിച്ചു കൊണ്ടിരുന്നത്. യേശു പറയുന്നതായ ആ വാക്കുകൾ, യേശുവിന്റെ വായിൽ നിന്ന് വരുന്നതായ തിരുവചനങ്ങളൊക്കെയും ഉപമകളിൽ കൂടെ ആയിരുന്നു. വളരെ ഉപമകളിൽ കൂടി ദൈവരാജ്യത്തെ വളരെ വ്യക്തമായിട്ട് പ്രസ്താവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ പുരുഷാരം നിശബ്ദമായിട്ട് ആ വചനമൊക്കെയും കേട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇത് എന്താണ്, ഞങ്ങളുടെ മധ്യം നിൽക്കുന്ന ആരാണ് എന്നൊന്നും അവർക്ക് മനസ്സിലാകില്ല. പക്ഷേ യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് അവർ കൈക്കൊണ്ട് അവർ മുമ്പോട്ട് പോകുക. എന്നാൽ യേശു അന്നത്തെ ആ ഒരു ശുശ്രൂഷ അവിടെ അവസാനിപ്പിക്കുവാൻ വേണ്ടി നോക്കിയപ്പോൾ വളരെ പുരുഷാരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആഹാരം കൊടുക്കുവാൻ വേണ്ടി അന്വേഷിക്കപ്പെട്ട ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായിരുന്നത്. അതിനെ വാഴ്ത്തി ഹല്ലേലൂയ അനുഗ്രഹിച്ചു. എന്നാൽ അവിടെ ഉള്ളവർ എല്ലാവരും കഴിച്ചു. ബാക്കിയുള്ളതൊക്കെയും ശേഷിപ്പ് അവിടെ ശിഷ്യന്മാർ എടുക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം ഒക്കെ നടന്നിട്ട് അടുത്ത
വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി. അതായത് 22-ാമത്തെ വാക്യം, തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. എന്തിനാണ് യേശു ഈ ശിഷ്യന്മാരെ നിർബന്ധിക്കുവാൻ ഇടയായത്? സ്തോത്രം. എന്തിനു വേണ്ടി? അപ്പോൾ അതിനകത്ത് യേശുവിന് എന്തോ ചെയ്യുവാനുണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പെട്ടെന്ന് നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ തന്നെ സ്തോത്രം നമ്മുടെ ഹൃദയത്തിനകത്തെ ഒരു ചിന്ത വരുമ്പോൾ ആ ഒരു വിഷയത്തിലേക്ക് നാം കടന്നു പോകുന്നത് സ്വാഭാവികമാണ്, അല്ലെ? അതുപോലെ ഈ പുരുഷാരത്തെ ഒക്കെയും പറഞ്ഞയക്കുക. അവരെ യാത്ര പറഞ്ഞ് അവർ നിങ്ങൾ വീട്ടിൽ പോ, ഞാൻ ഒത്തിരി കാര്യങ്ങൾ സ്നേഹാശിഷ്ടമൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നതിനിടയില് അവർ ശിഷ്യന്മാരോട് യേശു പറയുക, നിങ്ങൾ പടകിൽ കയറിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം, പക്ഷേ എനിക്ക് മുമ്പായിട്ട് നിങ്ങൾ അക്കരയ്ക്ക് പോകണം. സ്തോത്രം. എങ്ങനെയാ? ഒരു നിർബന്ധ മനസ്സ് യേശു അവിടെ പ്രകടിപ്പിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നു. അത് എന്തിനാണ് അങ്ങനെ പ്രകടിപ്പിച്ചത്? നമ്മുടെ ജീവിതത്തിലും ഒരു നിർബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ആ നിർബന്ധം എന്തിനാണ്? ഇവിടെ യേശു നിർബന്ധം പിടിച്ചത് എന്തിനാണ്? ശിഷ്യന്മാർ അക്കരയ്ക്ക് പോകണം എന്ന് പറഞ്ഞത് എന്തിനാണ്? അതിന്റെ ശരിക്കുള്ള ഉത്തരം അടുത്ത വചനം വ്യക്തമായി പറയുന്നു. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി തനിയെ മലയിൽ കയറിപ്പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ എന്തിനാണ്? താൻ ഏകനായിട്ടിരിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. അല്പസമയം താനും തന്റെ ദൈവമായിട്ടൊരു ബന്ധം വേണമെന്ന് ഇങ്ങനെ കാണുന്നു. അവരെ പറഞ്ഞയച്ചിട്ട് മലയിൽ എന്തിനു കയറിപ്പോയി? വെറുതെ ചുമ്മാ സമയം ചിലവഴിക്കുവാനാണോ? അല്ല. പിന്നെയോ അത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ഏതോ ഒരു വിഷയത്തിന് വേണ്ടി ഒരു പ്രാർത്ഥന. യേശുവിന് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് ആരും തടസ്സം നിൽക്കുവാൻ ഉണ്ടാകരുത് എന്ന് ചിന്തിച്ചാണ് ഈ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ തന്നെ ഈ ശിഷ്യന്മാരെ ഈ അക്കരയ്ക്ക് പോകുവാൻ വേണ്ടി പറയുവാൻ ഇടയായത്. എന്നാൽ അക്കരയ്ക്ക് പോയതിനു ശേഷം യേശു പ്രാർത്ഥിക്കുവാൻ കടന്നുപോയി. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും നാമും നമ്മുടെ ദൈവമായിട്ട് ഒന്ന് സംസാരിക്കുവാൻ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ യാതൊരു തടസ്സവുമില്ലാതെ നാം ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവിക ബന്ധം നമുക്ക് സ്ഥാപിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ഉള്ളം തുറന്ന് ദൈവത്തോട് നമ്മുടെ വിഷയങ്ങൾ അറിയിക്കുവാൻ കഴിയുന്നു. മാത്രമല്ല പരിശുദ്ധാത്മാവാം ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി നാം അവസരം ഒരുക്കി കൊടുക്കുക. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് അവനോട് അല്ലെങ്കിൽ അവളോട് എനിക്കൊന്ന് സംസാരിക്കണം, അവളൊന്ന് അവസരം ഒന്ന് ഒരുക്കി തരണമെന്ന്. ഹല്ലേലൂയ. എന്നാ ഇവിടെ യേശു കാണിച്ച മാതൃക സഹോദരിമാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നുപോയപ്പോൾ ദൈവമായിട്ടൊരു ബന്ധം, എന്റെ ദൈവം എന്നോട് സംസാരിക്കും എന്നുള്ളതായ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ. അവിടെ യേശു പുരുഷാരത്തെ പറഞ്ഞയച്ച മലയിൽ കയറി പ്രാർത്ഥിക്കുവാനിരുന്നു. എന്നിട്ട് അടുത്ത് പറയുകയാണ്, ആ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഏകനായിട്ട് ഇരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏകനായിട്ട് ആരും തടസ്സമില്ലാതെ ഏകനായിട്ട് അവിടെ ഇരുന്നു. സഹോദരിമാരായിരിക്കും ഏകയായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക. ആ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നാം ഒന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വേറൊരു ചിന്തയും വരത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ട്? നാം നമ്മുടെ ദൈവമായിട്ട് ആ ബന്ധം സ്ഥാപിച്ചപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ദൈവത്തോട് പറഞ്ഞത്, എൻ്റെ ദൈവം എന്നോട് സംസാരിച്ചത് എന്താ, എൻ്റെ ദൈവം എനിക്ക് നൽകിയ വെളിപ്പാട് എന്താ എന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കഴിഞ്ഞ് മറ്റുള്ളവരും കൂടെ നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ പൊരുൾ നാം മനസ്സിലാക്കുക. ദൈവത്തിൽ നിന്ന് ദൈവം നൽകിയ ആ അരുളപ്പാട് എന്തെന്നാ താനൊന്ന് മനസ്സിലാക്കുകയാണ് അവിടെ. അതെ, നമ്മുടെ ജീവിതത്തിൽ ഇത് വേണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം അല്പസമയം ഒന്ന് ഒറ്റയ്ക്കിരുന്ന അതൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരും. എന്നാൽ നമ്മുടെ യേശു അവിടെ ഇരുന്ന് താൻ മുമ്പിലോട്ട് നോക്കിയപ്പോൾ യേശു ശിഷ്യന്മാരെ പറഞ്ഞയച്ച പടക്, സ്തോത്രം, അത് കരവിട്ട് ഒത്തിരി ദൂരം അങ്ങോട്ട് പോയി.
അതായത് പല നാഴിക ദൂരത്തായി. സ്തോത്രം. അപ്പോൾ ഈ ശിഷ്യന്മാർ പോകുന്നതും യേശു നോക്കിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് എന്തെല്ലാം ജോലിയാണ് യേശു ചെയ്യുന്നത്? പ്രാർത്ഥിച്ച വിഷയമൊക്കെയും ചിന്തിക്കുന്നു, ഒറ്റയ്ക്ക് ഇരിക്കുന്നു. എന്നിട്ട് മുന്നോട്ട് നോക്കിയപ്പോൾ താൻ സ്നേഹിച്ച തന്റെ ശിഷ്യന്മാർ ആമേൻ പടകിൽ കയറി അവർ അക്കരയ്ക്ക് പോകുവാൻ അവിടെ പറയുന്നു പല നാഴിക ദൂരത്തായി. അത് ദൂരത്തായെന്ന് മാത്രമല്ല, അവിടെ ഒരു കോമയിട്ട് പറയുന്നു, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഈ തിരകളാൽ വലഞ്ഞിരുന്ന ഈ കഷ്ടപ്പെടുന്ന ഈ ശിഷ്യന്മാരെ കണ്ട് യേശു വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർ തണ്ടു വലിച്ച് വലഞ്ഞിരിക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ തണ്ട് വലിച്ച് വലഞ്ഞിരിക്കുന്ന അവസ്ഥ വ്യക്തമായിട്ട് യേശു കർത്താവ് അറിയുക. ജീവിത പടകിനകത്ത് ജീവിത പടക് തുഴഞ്ഞ് വളരെ പ്രയാസത്തോടുകൂടി ആയിരിക്കുന്ന പ്രിയ സഹോദരി, നിന്നെ കാണുന്ന ദൈവമുണ്ട്. നീ വിചാരിക്കും നിന്റെ പടകിൽ നീ ഒറ്റയ്ക്കാണ്. പക്ഷേ മാറി നിന്ന് നിന്നെ കാണുന്ന ദൈവം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. ആ ദൈവം നിന്നെ കണ്ടിട്ട് മാറി നിൽക്കുകയല്ല. ആ ദൈവം നിങ്ങളെ കണ്ടിട്ട്, നിന്നെ കണ്ടിട്ട് എന്റെ അടുക്കിലേക്ക് ഓടി വരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധി കണ്ടിട്ട് അപ്പച്ചൻ മാറി നിൽക്കുകയല്ല. മനസ്സിലാക്ക്, നിന്റെ പ്രതിസന്ധി കണ്ടിട്ട് കർത്താവ് മാറി നിൽക്കുന്ന ദൈവമല്ലെന്നാ പറയുന്നേ. അവിടെ കാണുന്നു, ഹല്ലേലൂയ, അവർ കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞു. ആ രാത്രിയിൽ, അപ്പോഴൊന്ന് മനസ്സിലാക്ക്, അത് പകലല്ല, ആ സമയം രാത്രിയാണ്. ഈ രാത്രി സമയത്ത് ഇങ്ങിരുന്ന കർത്താവ് പടകിൽ വലയുന്ന സ്തോത്രം ശിഷ്യന്മാരെ കണ്ടിട്ട് ആ രാത്രിയിൽ തന്നെ യേശു അവരുടെ അടുക്കിലേക്ക് നടന്നു പോകുന്നതായിട്ട് കാണുവാൻ കഴിയും. സ്തോത്രം. അങ്ങനെ താൻ സ്നേഹിച്ച ശിഷ്യന്മാരെ അവർ കഷ്ടപ്പെട്ടപ്പോൾ അവരുടെ അടുക്കിലേക്ക് നടന്നു പോയത് സ്തോത്രം ആ സ്നേഹിച്ച ശിഷ്യന്മാരോട് കർത്താവ് കാണിച്ച കരുണ തന്നെയാണ് ഇന്ന് പകൽക്കാലവും നിങ്ങളോടും ദൈവം കാണിക്കുന്നത്. ദൈവത്തിന്റെ ഈ ആത്മാവ് വ്യക്തമായിട്ട് ആലോചന പറയുന്നത്, ദൈവം അകന്നു നിൽക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. കഷ്ടപ്പാട് കണ്ട്, പ്രതികൂലം കണ്ട് നിനക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല എന്നുള്ളത് നീ മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ യേശു കാണുന്നുണ്ട്. ഈ യേശു മാറി നിൽക്കുകയല്ല, യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ജീവിതത്തിനകത്തേക്ക്, നിന്റെ ജീവിത പടകിലേക്ക് യേശു കടന്നു വരിക. അത് ഏത് സമയമെന്നില്ല, പകലായിരിക്കും, രാത്രിയായിരിക്കും, വെളുപ്പിനെ ആയിരിക്കും, ഹല്ലേലൂയ, രാത്രിക്ക് അർദ്ധരാത്രിക്കായിരിക്കും, സമയം എവിടെയാണെന്നോ, ഹല്ലേലൂയ, നിങ്ങൾ ഏത് സ്ഥലത്താണെന്നോ, നിങ്ങൾ എങ്ങനെയാണെന്നോ ഒന്നും എന്റെ കർത്താവ് ആമേൻ അത് മനസ്സിലാക്കി മാറി നിൽക്കുന്ന ദൈവമല്ല. ഏത് പ്രതിസന്ധിക്കകത്തും ഏത് അവസ്ഥയിലും നിന്റെ അടുക്കൽ വന്ന നിന്നെ സമാധാനിപ്പിക്കുന്ന, നിനക്ക് വേണ്ടുന്നത് നൽകുന്ന ദൈവമാണ് ഹല്ലേലൂയ നാം സേവിക്കുന്ന ദൈവം. അതേ ദൈവജനമേ, ആമേ സ്തോത്രം, നമ്മുടെ കർത്താവ് അടുക്കിലേക്ക് കടന്നു വരുന്നു. പടകിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന യേശുവിനെ കണ്ടിട്ടവർ പറഞ്ഞത് ഭൂതമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഭൂതമാണെന്നാ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ വ്യക്തമായിട്ട് നിലവിളിച്ച് ആമേ സ്തോത്രം, ഒരു ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിക്കുക. ഞാൻ വായിപ്പിക്കാത്തത് സമയം പോകുമെന്നുള്ളത് കൊണ്ടാ ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, യേശു ഉണ്ടായിരുന്ന കാലത്തും മറുപടി വെളിപ്പിച്ചപ്പോൾ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ, യേശു അടുക്കൽ വന്നപ്പോൾ ഭൂതം എന്ന് പറഞ്ഞു. മനസ്സിലാക്ക്, യേശുവിന്റെ കാലത്തും പറഞ്ഞു. യേശു കടന്നുപോയി, ശിഷ്യന്മാരുടെ കാലത്തും പറഞ്ഞില്ലേ? പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാരുടെ കാലത്തും പറഞ്ഞില്ലേ?
വചന തെളിവ് ഞാൻ പറയാം. പത്രോസ് കാരാഗ്രഹത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ട് പത്രോസിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് പത്രോസ് കടന്നു വന്നപ്പോ രോദ എന്ന പെൺകുട്ടി വന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് മനസ്സിലാക്കിയില്ല. അവര് പറയുക, നിനക്ക് ഭ്രാന്തുണ്ടെന്ന്. അതരഘടക ക്ഷൈടാരകനാധീകാരാമ. പ്രതിസന്ധിക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോഴും എന്റെ ദൈവമാണോ ഇത് മറുപടി തന്നത് എന്ന് സംശയിച്ചിരിക്കുന്ന ജീവിതമേ, നിനക്ക് മറുപടി തരുന്നത് വേറെ ആരുമല്ല, നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. ശന്തരാധനാധനകക്ഷൈടമാരഗന്ധന. പല ദുർവ്യാഖ്യാനങ്ങളും ശത്രു നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ആ വ്യാഖ്യാനത്തിന്റെ മുമ്പിൽ ഹാലലിയ നിങ്ങൾ അടിയറവ് പറയരുത്. അവൻ ഒരുക്കുന്ന തന്ത്രമാ ചന്ദരാ ജഗദന്തന ധീകാരാബാറബത്നാരഹസ്യ. അവിടെ പറയുന്നു ഹാലലിയ ഭൂതമാ, നിനക്ക് ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞു. യേശുവിന്റെ കാലത്തും പറഞ്ഞു, ശിഷ്യന്മാരുടെ കാലത്തും പറഞ്ഞു. ഇന്നും പറയുന്നില്ലേ? ഇന്നും പറയുന്നില്ലേ? ഞാൻ നിങ്ങളെ ആരുടെ എക്സാമ്പിൾ എടുക്കുന്നില്ല, പറയുന്നുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ എക്സാമ്പിൾ തന്നെ എടുത്ത് ഞാൻ പറയുക. പ്രൈസ് ദി ലോർഡ്. എന്റെ കുഞ്ഞ് +2 കഴിഞ്ഞ് അവൻ റിസൾട്ട് അറിയുന്ന സമയത്ത്, സ്തോത്രം, അവന്റെ റിസൾട്ട് അറിയുവാൻ വേണ്ടി അവന് പോയി. ആ സമയം അവൻ റിസൾട്ട് വിളിച്ചു പറയുക. അപ്പോ ഞങ്ങൾക്ക് ഒരു ഭയമുണ്ടായിരുന്നു. കാരണം എൻ്റെ കുഞ്ഞ് +1ഉം +2ഉം പഠിക്കുന്ന സമയത്ത് ഓരോ വർഷവും അവന് ശരീരത്തിന് പ്രയാസമുണ്ടായി. അവന് ICUവിലായിരുന്നു. പഠനം ഒത്തിരി പ്രയാസത്തിൽ കൂടിയാണ് കടന്നുപോയത്. അപ്പോൾ പ്രീ ഡിഗ്രി അല്ല, +2ന് എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്ത അവന്റെ അപ്പനും അമ്മയും ഞങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്നു. സ്തോത്രം. എന്നാല് ഈ റിസൾട്ട് അറിഞ്ഞ സമയത്ത്, പ്രൈസ് ദി ലോർഡ്, ഈ റിസൾട്ട് അറിഞ്ഞ സമയത്ത് ഞാന് ഇങ്ങനെ ചിന്തിക്കുക എങ്ങനെയായിരിക്കും. പക്ഷെ അവൻ റിസൾട്ട് വിളിച്ചു പറഞ്ഞു, എനിക്ക് നല്ല മാർക്കുണ്ട്, എനിക്ക് 85 പോയിന്റ് എത്രയോ പറഞ്ഞു, ഇത്രയും മാർക്കുണ്ടെന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. അപ്പോഴ് പ്രാർത്ഥിക്കുന്ന അമ്മയായ ഈ ഞാൻ, എനിക്ക് ഒരു മടിയുമില്ല പറയുന്നതിന്, പ്രാർത്ഥിക്കുന്ന അമ്മയായ ഈ ഞാൻ അവനോട് ചോദിച്ച ചോദ്യമാ, മക്കളെ, അത് നിന്റെ മാർക്ക് ഷീറ്റ് തന്നെയാണോ എന്ന് ഒന്നുകൂടെ നോക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അതാ പറഞ്ഞു, ഞാൻ നിങ്ങളെ ആരെയും ഞാൻ പറയില്ല, എന്നെ തന്നെ ഞാൻ പറയാം. എനിക്ക് ഒരു മടിയുമില്ല, ഒരു ലജ്ജയുമില്ല. സ്തോത്രം. അതുവരെയും പ്രാർത്ഥിക്കുക. എന്താ പ്രാർത്ഥിക്കണം? നല്ല മാർക്കോടുകൂടെ മകൻ പാസ്സാവണം, നല്ല മാർക്ക് വേണം, പ്രാർത്ഥന അങ്ങ് പോവുക. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാനിത് പറഞ്ഞു. അപ്പൊ എന്റെ മോൻ എന്നോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് വിശ്വാസമില്ലേ എന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച അമ്മയ്ക്ക് വിശ്വാസമില്ല, എന്റെ മാർക്ക് ഷീറ്റ് അമ്മയ്ക്ക് വിശ്വാസമില്ല എങ്കിൽ എന്റെ മാർക്ക് ഷീറ്റ് PDF ഞാൻ ഇപ്പൊ അയച്ചു തരാമെന്ന്. സ്തോത്രം. അവൻ അയച്ചു തന്നു. ഞങ്ങൾ കണ്ടു. ദൈവത്തെ സ്തുതിക്കുവാനിടയിൽ. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതം പറഞ്ഞ ആർക്കും അതിനെ എടുത്തു വെച്ചും കൊണ്ട്, അല്ല അത് എന്നെയാണ് പറഞ്ഞത്, നിന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. എന്റെ അനുഭവം ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതത്തിലുള്ള അനുഭവം. സ്തോത്രം. അപ്പോൾ ഞാനത് എക്സാമ്പിൾ പറഞ്ഞത് യേശുവിന്റെ കാലത്തും ഉണ്ടായിരുന്നു, ശിഷ്യന്മാരുടെ കാലത്തും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. എന്റെ ജീവിതം എന്ന് മാത്രമല്ല, നിങ്ങളിരിക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പറയുന്നു ഒരു ഭൂതമെന്ന് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് പറയുക, നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഇത് ഞാനാകുന്നു. യേശു കർത്താവ് എന്താ പറയുന്നത്? നിങ്ങൾ ധൈര്യപ്പെടുക, ഇത് ഞാൻ തന്നെയാണ്. സ്തോത്രം. അവിടെ ഒരു ഉറപ്പ് കൊടുക്കുക. സ്തോത്രം. യേശു ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് അടുക്കിലേക്ക് കടന്നു വരുന്നു. എത്രയോ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കൽ കടന്നു വന്നിട്ടില്ലേ? നിങ്ങൾ ധൈര്യപ്പെടുവിൻ എന്നത്. ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കിടന്നപ്പോൾ, സ്തോത്രം, ബോഡിക്കരികെ ഇരുന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒരു മനുഷ്യന്റെ മരണം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഞാനത് പറയുന്നതിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ, ഒരു അസുഖമായിട്ട് സീരിയസ് ആയി കിടക്കുന്ന ഒരു ജീവിതത്തിന് ഡോക്ടേഴ്സ് പറയും വൈദ്യശാസ്ത്രത്തിന് പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ
മനസ്സിന് അങ്ങനെ ഒരു ചിന്ത വരും, ഇനി മരണമായിരിക്കാം. എന്നാൽ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു സന്ദർഭത്തിൽ സംസാരിച്ചു, വിസിറ്റിംഗ് കഴിഞ്ഞു വന്ന് സംസാരിച്ചു കഴിഞ്ഞ് ഉറങ്ങാൻ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, വചനം വായിച്ചു, ഉറങ്ങാൻ കിടന്നപ്പോഴാ ഇത് സംഭവിച്ചത്. അപ്പൊ ഈ മരണം സംഭവിച്ചപ്പോൾ ഞാൻ എൻ്റെ നില അങ്ങ് വിട്ടുപോയി. സ്തോത്രം. ഒരു ഭ്രാന്തിയെ പോലത്തെ ഒരു അവസ്ഥ എനിക്ക്, എൻ്റെ അടുക്ക ആരുമില്ലായിരുന്നു. ഈ സമയത്ത് ഞാൻ കരഞ്ഞപ്പോൾ ഈ ധൈര്യപ്പെടുവിൻ എന്നതായ ആ വാക്യത്തോട് ചേർന്നുകൊണ്ട് കർത്താവ് അവരെ ധൈര്യപ്പെടുത്തിയതുപോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ശുശ്രൂഷയിലായിരിക്കുന്നത്. അനുഭവങ്ങളുടെ വെളിച്ചത്തിന്റെ മധ്യേ എന്റെ കർത്താവ് എന്നെ ശുശ്രൂഷയിൽ ഇത്രയും എന്നെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോയത്. ഹല്ലേലൂയ. ആ ബോഡിക്കരികെ ഇരുന്ന് ഞാൻ വാവിട്ട് നിലവിളിച്ച്, എൻ്റെ അപ്പ ഇവിടെ വെച്ച് സഭയുടെ ശുശ്രൂഷ തീർന്നു എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിക്കുക, കർത്താവേ എൻ്റെ ദൈവമായ കർത്താവ് ഞാൻ ഇനി എങ്ങനെ മുന്നോട്ട് എന്ന് പറഞ്ഞ് എനിക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ ഞാൻ ആയിരുന്നു നിലവിളിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു, നീ എൻ്റെ ദാസി, ഇതെന്റെ ദാസന, നീ എഴുന്നേൽക്ക്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇത് 3 പ്രാവശ്യം എൻ്റെ ചെവിക്കകത്ത് മുഴങ്ങി. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ആരെയും കണ്ടില്ല. ഞാൻ തിരിച്ചറിഞ്ഞു ഇത് ദൈവശബ്ദമാണെന്ന്. ഞാൻ പ്രസംഗത്തിന് പറഞ്ഞതായ ആ വിഷയം പ്രതിസന്ധികൾ കൂടി ലഭിക്കുന്ന ദൈവിക വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവം എന്നോട് സംസാരിച്ചു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടേണ്ടിയിരുന്നത്. അതെ, അതെനിക്ക് ലഭിച്ചു. ഞാൻ ഇന്ന് നിൽക്കുന്നു. മാത്രമല്ല, സ്തോത്രം, അഭിഷേകം എന്നിൽ നിന്ന് പോയോ എന്ന് പറഞ്ഞ് ബോഡി വീട്ടിലിരിക്കുന്ന സമയത്ത് സ്തോത്രം ഞാൻ അടുക്കെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ എൻ്റെ തലയിൽ അഭിഷേകം പോയോ? കുടുംബപരമായിട്ടാണോ? ഇല്ല, ഇത് വ്യക്തിപരമായിട്ടല്ലേ അപ്പൻ അഭിഷേകം കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെ തലയിൽ അഭിഷേകമില്ലേ? ഞാൻ ഇങ്ങനെ കരഞ്ഞപ്പോൾ ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കഴിഞ്ഞ രാത്രികാലം എൻ്റെ കർത്താവ് എന്നോട് ഇങ്ങനെ ആലോചന പറഞ്ഞുവെങ്കിൽ എൻ്റെ ദൈവമേ, ഈ വിഷയത്തിൽ മധ്യേ ഒരു വചനം തന്ന് എന്നെ ഒന്ന് ഉറപ്പിക്കുമോ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ വിങ്ങി ചോദിക്കുന്ന സമയമായി. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് അങ്ങ് മസ്കറ്റ് ഉണ്ടായിരുന്ന ഒരു ദൈവദാസൻ ഫോൺ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, ഗീത, എൻ്റെ തലയിൽ അഭിഷേകമുണ്ട്, അഭിഷേകം പോയിട്ടില്ല. കഴിഞ്ഞ നാളുകളേക്കാൾ ഉപരിയായി ഞാൻ നിന്നെ കരങ്ങളെടുക്കുമെന്ന് ദൈവിക ആലോചന എനിക്ക് ലഭിച്ചു. എന്തെന്നറിയത്തില്ല, എൻ്റെ ഉള്ളത്തിനകത്ത് ഉൾപ്രേരണ ഇപ്പോൾ തന്നെ വിളിച്ചു പറയണമെന്ന്. അങ്ങനെ വിളിച്ചു പറഞ്ഞ് എനിക്കൊന്ന് അങ്ങോട്ട് സംസാരിക്കുവാൻ പോലും സമയമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ഞാൻ പറയുക, ഇതിനല്ലേ ഞാൻ കാത്തിരുന്നത്? ഞാൻ ഇതിനല്ലേ കാത്തിരുന്നത്? ദൈവ ശബ്ദം കേട്ടു. പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ലഭിക്കുന്ന വചനമുണ്ടല്ലോ, അത് ജീവകാലത്ത് മരണം വരെയും നമ്മളത് മറക്കത്തില്ല. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ ആത്മാവ് എന്നെ ശക്തിപ്പെടുത്തി. ഈ 2 സംഭവങ്ങൾ മുഖാന്തരം ദൈവം എന്നോട് ശക്തിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഇവിടെ പറയുന്നു, ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് നിങ്ങൾ ധൈര്യപ്പെടുവിൻ, നിങ്ങൾ ഭയപ്പെടേണ്ട. അതെ, അങ്ങനെ ധൈര്യപ്പെട്ട് ഹല്ലേലൂയ യേശു അവരുടെ അടുക്കിലേക്ക് കടന്നു ചെന്നു. ഈ പത്രോസ് യേശുവിന്റെ അടുക്കിലേക്ക് പോയി. അല്പ സംശയമൊക്കെ പത്രോസിന് വന്നു. എന്നാൽ ആ പത്രോസിനെയാണ് സ്തോത്രം പിന്നത്തെ ദൈവം എടുത്തുപയോഗിച്ചത്. ഒരു ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ആ പത്രോസിനെയാണ് ദൈവം എടുത്തുപയോഗിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പത്രോസിനെയാണ് നമ്മള് എത്രയോ പ്രസംഗങ്ങൾക്ക് വേണ്ടി പത്രോസിനെ നമ്മൾ എടുക്കുന്നുണ്ട്. ആ പത്രോസിന്റെ അവസ്ഥ ഇപ്പോഴെങ്ങനെയാ? സ്തോത്രം. സംശയത്തിന്റെ വക്കിൽ നിൽക്കുന്ന പത്രോസ്. ആ പത്രോസ് ചെന്ന്, ഞാനും അങ്ങയുടെ അടുക്കിലേക്ക് വരട്ടെ. സ്തോത്രം. അവിടെ ചെന്നു ഇപ്പൊ താന്നുപോയി. എന്നാൽ കർത്താവ് കൈപിടിച്ച് ഉയർത്തുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. എന്തുകൊണ്ട് താൻ പേടിച്ച് മുങ്ങിത്താഴുന്നത്? എന്നാൽ മുങ്ങിത്താഴുന്നത് കണ്ട് കർത്താവ് ഹല്ലേലൂയ ആമേൻ അങ്ങ് മുങ്ങിപ്പോകട്ടെ എന്ന് പറഞ്ഞിരിക്കുകയല്ല, കർത്താവ് കരം പിടിച്ചുയർത്തുകയാണ്. പത്രോസിനെ മാത്രമല്ല കേട്ടോ, പത്രോസിനെ മാത്രമല്ല കരം പിടിച്ചുയർത്തുന്നത്, കർത്താവിനെ സ്നേഹിക്കുന്ന ഏവരെയും, കർത്താവ് സ്നേഹിക്കുന്ന ഏവരെയും കർത്താവ് കരം പിടിച്ചുയർത്തും. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുന്ന ജീവിതങ്ങളെ പത്രോസിനെ മാത്രമല്ല കരം പിടിച്ചുയർത്തുന്നത്, മറന്നു പോകരുത്. ഏതവസ്ഥയിലും നിവേദനിക്കുമ്പോൾ നിന്റെ കരം പിടിച്ചുയർത്തുവാൻ കർത്താവ് നിന്റെ അടുക്കിലേക്ക് കടന്നു വരും.
കർത്താവ് നിന്നെ ധൈര്യപ്പെടുത്തുവാൻ വരും. നീ പേടിച്ചിരിക്കുന്ന ജീവിതമാണോ? നീ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മറുപടി ലഭിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ജീവിതമാണോ? കർത്താവ് കടന്നു വരിക, ധൈര്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവ് അവരുടെ പടകിലൊന്ന് കയറി, പടകിനകത്ത് കയറി. ഹല്ലേലൂയ. പടകിനകത്ത് കയറിയപ്പോൾ എന്താ? പടകിനകത്ത് കയറിയപ്പോൾ കാറ്റും കോളും ഒക്കെ ശാന്തമായി. വ്യക്തമായി അവിടെ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കാറ്റും കോളും ഒക്കെയും അവിടെ മാറുവാൻ ഇടയായി. ഹല്ലേലൂയ. ആ മാറിയ സമയത്ത് ഒന്ന് മനസ്സിലാക്കുക നിങ്ങളെ, യേശു ആ പടകിനകത്തേക്ക് കയറിയപ്പോൾ ഹല്ലേലൂയ ആ പ്രകൃതിയൊക്കെ ശാന്തമാകുവാൻ ഇടയായി. അത് മറ്റു സുവിശേഷങ്ങൾ ഇതിനേക്കാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആമേ സ്തോത്രം. അവിടെ കാണുന്നു ഈ കാറ്റും കോളും ഒക്കെയും മാറി. ഹദ്ദരാധാനക അന്ധക്ഷാരബന്ധന ധീകാരാബ. എന്തുകൊണ്ട്? ഹല്ലേലൂയ. ഈ കാറ്റും കോളും ഒക്കെയും യേശു കർത്താവ് പടകിൽ കയറിയപ്പോൾ അത് ശാന്തമായെങ്കിൽ അത് ഒക്കെയും ശാന്തമാകുവാൻ തക്കവണ്ണം, അത് ഒക്കെയും ഒന്ന് അടങ്ങുവാൻ തക്കവണ്ണമുള്ള അധികാരമുള്ളവനാണ് പടകിൽ കയറിയത്. നിന്റെ ജീവിത പടകിനകത്ത് യേശു കയറുമ്പോൾ പ്രതിസന്ധികളെ തച്ചുടയ്ക്കുവാൻ അധികാരമുള്ളവനാണ് നിന്റെ പടകിൽ കയറിയിരിക്കുന്നത് എന്ന് ഓർമ്മ വേണം. പ്രൈസ് ദി ലോർഡ്. അധരഘടക ക്ഷൈഡാരകന അധികാരാഭം. അധികാരമുള്ളവനെയാണ് നാം സേവിക്കുന്നത്. അധികാരമുള്ളവനെയാണ് നാം സേവിക്കുന്നത് എന്നതുപോലെ അധികാരമുള്ളവനാണ് നമ്മെയും സ്നേഹിക്കുന്നത്. സർവത്തിന്മേലും അധികാരിയാണ് നമ്മുടെ കർത്താവ്. അധികാരമുള്ളവൻ പടകിനകത്ത് കയറിയപ്പോൾ പ്രകൃതി ശാന്തമായെങ്കിൽ ഒന്ന് മനസ്സിലാക്കൂ, ഇത്രയും അധികാരമുള്ള വ്യക്തിയാണല്ലോ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ശന്തരാ ജഗട ധിക്കാരാബ റബത്തനാ രഹസ്യ. ഇത് കണ്ടുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഇത് കണ്ടുകൊണ്ട് ശിഷ്യന്മാർ പറയുക, നീ ദൈവപുത്രനാണ്. സത്യം ഉറപ്പിക്കുക. വെറും ദൈവപുത്രൻ എന്ന് പറഞ്ഞ് അവിടെ നോർമലായിട്ട് പറഞ്ഞു വിടുകയല്ല, അത് സത്യം തന്നെ എന്ന് ഒന്ന് ഉറപ്പിച്ചു പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉപമകളിൽ കൂടെ ഒക്കെയും ദൈവരാജ്യത്തെ കുറിച്ച് പ്രസ്താവിച്ചു കൊണ്ടുവരുന്നപ്പോൾ ഈ ശിഷ്യന്മാർ അന്നേരം നടന്ന അത്ഭുതങ്ങളൊക്കെ കാണുന്നുണ്ട്. മുടന്തരെ സൗഖ്യമാക്കുന്നത് കാണുന്നുണ്ട്. കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നത് കാണുന്നുണ്ട്. ഈ സംഭവത്തിന് തൊട്ട് മുമ്പ് 5 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചിട്ട് ബാക്കി നിറച്ചെടുത്ത് കുട്ടകൾ നിറച്ചെടുത്തും അവർ കണ്ടതാ. ഈ കണ്ടിട്ടും അവർക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല ഞങ്ങളോട് കൂടെയുള്ളത് ദൈവപുത്രനാണെന്ന്. എന്നാൽ ഒരു പ്രതിസന്ധിക്കകത്ത് ശിഷ്യന്മാർ കടന്നു വന്നപ്പോൾ സ്തോത്രം, അതിനകത്ത് നീ ദൈവപുത്രനെന്ന് അവർ തിരിച്ചറിയുവാനിടയായി. ഞങ്ങളോട് കൂടെ നടന്നത് ഞങ്ങളുടെ കർത്താവാകുന്നു എന്ന് ഹല്ലേലൂയ ശിഷ്യന്മാർ തിരിച്ചറിയുവാൻ ഇടയായി. ഇതിനകത്ത് എത്രയോ പേർ ഇന്നും ശരിക്കും ദൈവത്തെ തിരിച്ചറിയുവാൻ കഴിയാതിരിക്കുന്നവരുണ്ട്. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കേ. ഹല്ലേലൂയ സ്തോത്രം. ഓരോ ജീവിതാനുഭവങ്ങൾ കടന്നു വരുമ്പോഴല്ലേ സഹോദരങ്ങളെ നാം ദൈവത്തോട് കൂടുതൽ എടുക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഓരോ അനുഭവങ്ങൾ വരുമ്പോഴല്ലേ നാം കൂടുതൽ എടുക്കുന്ന ദൈവത്തോട്? സ്തോത്രം. ഈ മരുഭൂമി യാത്ര എന്ന് പറയുന്നത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടെ കർത്താവിനെ ഒന്നുകൂടെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ സ്തോത്രം, നാം നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച്, നാം നമ്മെ തന്നെ ദൈവകത്തൊന്ന് ഏൽപ്പിച്ച്, നാം നമ്മെ തന്നെ അനുതാപത്തോടെ ദൈവസ്ഥനെ ഒന്ന് ഏൽപ്പിച്ച് കണ്ണുനീരോടുകൂടെ ഹല്ലേലൂയ അപ്പന്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുമ്പോൾ ദൈവവുമായിട്ടൊരു ബന്ധം കൂടുതൽ സ്ഥാപിക്കുകയാണ് ചെയ്യപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധി വരുന്നത് നിന്നെ തകർക്കുവാനുള്ളതല്ല. എന്നേക്ക് ശത്രുവിന്റെ മുമ്പിൽ അവൻ അമ്മാനമാടുവാൻ ഇട്ടുകൊടുക്കുവാനല്ല ഈ പ്രതിസന്ധി വരുന്നത്. പിന്നെയോ തന്നോടൊന്ന് ചേർക്കുവാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ വിളിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാ സത്യമെന്ന്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാ ദാനിയേലിനെ സിംഹഗുഹയ്ക്കകത്തിട്ടു അല്ലെ? സിംഹഗുഹയ്ക്കകത്തിട്ടപ്പോൾ അവിടെ രേഖ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ ദാനിയേൽ എന്നും ചെയ്തു വരുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ കടന്നു ചെന്നു, പ്രാർത്ഥിച്ചു. ദാനിയേൽ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവം ദാനിയേലിനെ സ്നേഹിക്കുന്നു.
ദാനിയേൽ സിംഹഗുഹയ്ക്കകത്ത് എറിയപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ആ ഉടമ്പടി തെറ്റിച്ചു എന്ന് പറഞ്ഞു ആ വെളിച്ചത്തിൽ രാജാവ് ദാര്യാവേശ് രാജാവ് സിംഹഗുഹയ്ക്കകത്ത് ആരെ ഇട്ടു? ദാനിയേലിനെ ഇട്ടു. എന്നാൽ അന്ന് രാത്രി ദാര്യാവേശിന് ഒരു ആഹാരം പോലും കഴിക്കുവാൻ കഴിഞ്ഞില്ല. ദാര്യാവേശിന് ദാനിയേലിനൊരു സ്നേഹമുണ്ടായിരുന്നു. ദാനിയേൽ എല്ലാറ്റിനും മിടുക്കനായിരുന്നു. അതൊന്നും ഇപ്പോഴും ഞാൻ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആറാം അധ്യായം വരെയൊക്കെ പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ദാനിയേലിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ സിംഹഗുഹയ്ക്കകത്തിട്ടതിന് ശേഷം പിറ്റേന്ന് ദാര്യാവേശ് രാജാവ് സിംഹഗുഹയ്ക്കകത്തേക്ക് ഓടി വന്ന് സ്തോത്രം നോക്കിയപ്പോൾ അതിനകത്ത് ചത്തു കിടക്കുന്ന ദാനിയേലിനെ അല്ല കണ്ടത്, ജീവനോടെ ദൈവത്തെ സ്തുതിക്കുന്ന ദാനിയേലിനെ കണ്ടത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വിചാരിക്കും ആ ഒരു പ്രതിസന്ധി വരുമ്പം അവള് ചത്തുപോയി, അവൾ ഇനി എഴുന്നേൽക്കത്തില്ല. പക്ഷെ നീ പ്രാർത്ഥിക്കുന്ന ജീവിതമാണോ, നീ ജീവനുള്ളവനായി പുറത്തു വരും. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയാണോ, കർത്താവ് കൂടെയുണ്ട്. അവിടെ 20-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ദാനിയേലിന്റെ പുസ്തകം 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഗുഹയ്ക്കകത്ത് വന്ന് രാജാവ് ചോദിക്കുന്നു, ദാനിയേലേ, ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, വെറും ദൈവത്തിന്റെ ദാസൻ എന്നല്ല, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. വെറുതെ വായിച്ചു വിടരുത്, അതിനകത്ത് മർമ്മമുണ്ട്, പൊരുളുണ്ട്, ഒക്കെ മനസ്സിലാക്ക്. ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ. എന്നിട്ട് പറയാ, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന ദൈവം നിന്നെ സിംഹങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ പ്രാപ്തനായോ എന്ന്. അവിടെ ഒന്ന് നോക്ക്, ദാനിയേലെ എന്ന് വിളിച്ചിട്ട് ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലെ അടുത്ത് ലഭിച്ചിരിക്കുന്നത്, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം. അതായത് അവിടത്തെ ഉടമ്പടി ആ രാജാവിനല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത്, ആരോടും ഒന്നും പറയരുത്. സ്തോത്രം. എന്നാൽ ദാനിയേല് ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിലാണ് മുട്ടുമടക്കുന്നത്. അത് ദാര്യാവേശിനറിയാം, അത് ദാര്യാവേശിനറിയാം. സ്തോത്രം. അതുകൊണ്ട് ദാര്യാവേശ് അന്ന് രാത്രി ഉറങ്ങാതെ ഉപവസിച്ചു കൊണ്ടിരുന്നത്. ആ ദാര്യാവേശ് വന്ന് സിംഹങ്ങളുടെ ഗുഹയുടെ അടുക്കൽ വന്ന് വിളിക്കുക, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നിന്നെ വിടുവിപ്പാൻ തക്കവണ്ണം നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവം പ്രാപ്തനായോ? പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാം. പ്രതിസന്ധി വരുമ്പോൾ നിന്നെ കുറ്റപ്പെടുത്തിയവരെ, നിന്ദിച്ചവരുടെ മുമ്പാകെ കർത്താവ് ജയക്കൊടി പാറിച്ചും കൊണ്ട് നിർത്തുവാൻ തക്കവണ്ണം നിങ്ങളെ കർത്താവ് കൊണ്ടുവന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ? നീ ഇടവിടാതെ സേവിക്കുന്ന ദൈവമാ നിന്നെ ഈ നിലയിൽ കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടോ? എന്നെയും നിങ്ങളെയും കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടോ? നീ ഇടവിടാതെ സേവിച്ച നിന്റെ ദൈവമാണ് ഇതൊക്കെ നിനക്ക് തന്നത് എന്ന് എന്നെയും നിങ്ങളെയും കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടോ? ഇന്ന് ഈ പകൽക്കാലം ഒന്ന് ചിന്തിക്കാൻ. ദാനിയേലിനെ കുറിച്ച് ദാര്യാവേശ് അങ്ങനെ പറഞ്ഞു. വീണ്ടും മുന്നോട്ട് പോകുന്നു, വീണ്ടും മുന്നോട്ട് പോകുക. മുന്നോട്ട് പോയപ്പോൾ രാജാവ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, രാജാവ് ഇങ്ങനൊരു വിളംബരം, ദാനിയേൽ സേവിക്കുന്ന ദൈവത്തെ അല്ലാതെ വേറെ ഒന്നിനെയും പ്രൈസ് ദി ലോർഡ് സേവിക്കരുത്. രേഖ മാറ്റി എഴുതുവാൻ തക്കവണ്ണം ദാനിയേൽ സേവിച്ച ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ നമുക്കെതിരെ എഴുതി വെച്ചിരിക്കുന്ന രേഖയെ മാറ്റുവാൻ നാം സേവിക്കുന്ന ദൈവത്തിന് ആ രേഖയെ മാറ്റിയതുപോലെ മാർത്തിയില്ല. ഹല്ലേലൂയ. തീർന്നിട്ടില്ല. വീണ്ടും ദാര്യാവേശ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഈ ദൈവത്തിന്റെ ശ്രേഷ്ഠത, സേവിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠത എന്താ പറയുന്നത്? അവൻ ജീവനുള്ള ദൈവം. നേരത്തെ പറഞ്ഞു നീ ജീവനുള്ള ദൈവത്തിന്റെ ദാസനെന്ന് പറഞ്ഞു. ആ ദൈവത്തെ വീണ്ടും ഈ ദാര്യാവേശ് പറയുക, ഈ ദൈവം, നീ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. ഈ ദൈവം എന്നേക്ക് നിലനിൽക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറയുന്നു, ഈ ദൈവത്തിന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതാണ്. വീണ്ടും പറയുന്നു, അവന്റെ ആധിപത്യം
അവസാനിക്കാത്തതും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് മനസ്സിലാക്കിക്കേ, ഈ ദാര്യാവേശ് ആരാ? ഒരു ജാതീയ രാജാവാണ്. ആ ജാതീയ രാജാവിന് ദാനിയേൽ സേവിക്കുന്ന ദൈവത്തിന്റെ ശ്രേഷ്ഠത അവിടെ വെളിപ്പെടുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. വലിയൊരു പ്രതിസന്ധിക്കകത്ത് ജാതീയ രാജാവിന് പോലും ആ ഒരു വെളിപ്പാട് അവിടെ ലഭിക്കുവാനിടയായി. അത് ദൈവം കൊടുത്തതാ, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ. സ്തോത്രം. എന്നാൽ അവിടെ വെച്ചും ദൈവം കൊടുത്ത വെളിപ്പാട് ഹല്ലേലൂയ ഈ ദാര്യാവേശ് പറഞ്ഞു തീർത്തില്ല. വീണ്ടും അടുത്തു വരുന്നു. ദാനിയേൽ സേവിക്കുന്ന ദൈവം വിടിവിക്കുന്നവനും രക്ഷിക്കുന്നവനുമാകുന്നു. അതെ, ദാനിയേൽ സേവിക്കുന്ന ദൈവം വിടിവിക്കുന്നവനാണെന്നും രക്ഷിക്കുന്നവനാണെന്നും ഈ പ്രതിസന്ധിയിൽ കൂടെ ആ ജാതീയ രാജാവിന് വെളിപ്പെട്ടുവെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്നുകൊണ്ട് ആമേ സ്തോത്രം ഹല്ലേലൂയ, നിങ്ങളെ നിന്ദിക്കുന്നവരുടെ മുമ്പാകെ, ആമേ സ്തോത്രം, പ്രതിസന്ധി കൊണ്ടിടുന്നവരുടെ മുമ്പാകെ, ആമേ നിങ്ങളെ നിന്ദിക്കുന്നവരുടെ മുമ്പാകെ ഹല്ലേലൂയ ഇങ്ങനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുന്നുണ്ടോ? അവർക്ക് പറയുവാൻ കഴിയുന്നുണ്ടോ നീ സേവിക്കുന്ന ദൈവം നിന്നെ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണെന്ന്? പ്രൈസ് ദി ലോർഡ്. നമ്മെ നോക്കി എന്നെ ഉൾപ്പെടെയാ പറയുന്നത്. സ്തോത്രം. വചനം പറയുന്നത് കൊണ്ട് ഞാനെല്ലാം തികഞ്ഞു എന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇന്നും ഞാന് താഴെ തന്നെയാണ് നിൽക്കുന്നത്. ഈ വചനത്തിന്റെ മുമ്പാകെ മുമ്പോട്ട് നിൽക്കുകയല്ല, ഈ വചനത്തിന് മുമ്പാകെ എന്നും താഴ്മയോടെ തന്നെ ആയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ മുമ്പാകെ അങ്ങനെ നിൽക്കുമ്പോൾ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. നമ്മെ കുറിച്ച് മറ്റുള്ളവർ പലതും പറയുമ്പോൾ, പിന്നത്തെ ഒരു വിടുതൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അവർ ശത്രു നമ്മളെ നോക്കി പറയുവാനിടയാകുന്നുണ്ടോ നിങ്ങൾ സേവിക്കുന്ന ദൈവം വിടിവിക്കുന്നവനും രക്ഷിക്കുന്നവനുമാകുന്നു എന്ന്. അതിനകത്ത് ഒരു ദൈവിക വെളിപ്പാടാണ് അവിടെ ലഭിച്ചത്. ഞാൻ പറഞ്ഞു, പ്രതിസന്ധിക്കകത്ത് ലഭിക്കുന്ന ദൈവിക വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രതിസന്ധി കടന്നു വന്നപ്പോൾ വന്ന വെളിപ്പാട്. അങ്ങനെയെങ്കിൽ ഈ രണ്ട് വിഷയങ്ങളുടെ മുമ്പാകെ ലഭിച്ച ദൈവിക വെളിപ്പാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ ഇന്ന് ഈ പകൽക്കാലം ഞാൻ ചോദിക്കുക, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ലഭിച്ച വെളിപ്പാട് എന്തിയെ? നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധിക്കകത്ത് നമുക്ക് ലഭിച്ച വെളിപ്പാട് എന്താണ്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം ആരാണ്? നാം സേവിക്കുന്ന ദൈവം ആരാ? സ്തോത്രം. ഈ ദൈവപുത്രൻ ആരാ? ഈ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നവൻ ആരാ? അവന്റെ ആധിപത്യം ആരുടെ ആധിപത്യമാ? സ്തോത്രം. അത് അവസാനിക്കാതിരിക്കുന്നത്. അവൻ ആരുടെ രാജ്യത്വമാ എന്നേക്ക് നിലനിൽക്കുന്നതെന്ന് പറയുന്നത്? സ്തോത്രം. ഇതൊക്കെയും ചൂണ്ടിക്കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തേശുവിനെ കുറിച്ചുള്ള ഒരു ദൈവിക വെളിപ്പാടാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിൽ ആ ഒരു വെളിപ്പാട് ജാതീയ രാജാവിന് ലഭിച്ചപ്പോൾ, പുതിയ നിയമത്തിലേക്ക് കടന്നു വന്നപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രതിസന്ധിക്കകത്ത് നിന്നുകൊണ്ട് ഒരു വിടുതൽ ലഭിച്ചത് കണ്ടുകൊണ്ട് ആമേ ശിഷ്യന്മാർ പറയുന്നു, നീ ദൈവപുത്രനാണ് സത്യം. അതെ, നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് ആരെന്ന് ഒന്നുകൂടെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. യേശു കർത്താവ് യാഗമായി തീർന്നത് കൊണ്ടല്ലേ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ഈ പ്ലാറ്റ്ഫോമിലാകുവാൻ കഴിയുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യാഗമായി തീർന്നില്ല എങ്കിൽ, ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമുക്കിങ്ങനെ നിൽക്കുവാൻ കഴിയുമോ? നമ്മുടെ കർത്താവ് യേശുവിനെ കുറിച്ച് നാം മറ്റുള്ളവരോട് പറയണം. ഈ വിടുവിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവിനെ കുറിച്ച് നമുക്ക് മറ്റുള്ളവർ പറയേണ്ടതല്ലേ? മറ്റുള്ളവരെ, പാപത്തിന്റെ ചേറ്റിൽ കിടക്കുന്ന മറ്റുള്ളവരെ നാം കൊണ്ടുവരേണ്ടതല്ലേ? ഈ ലോകത്തിൽ എത്രയോ ജീവിതങ്ങൾ നശിച്ചു പോകുന്നു, എത്രയോ ജീവിതങ്ങൾ പാപത്തിന് അടിമകളായി കിടക്കുന്നു. ഹല്ലേലൂയ. പാപത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും ഈ കർത്താവ് രക്ഷിച്ചുവെങ്കിൽ, നമ്മെ രക്ഷിച്ച ഈ യേശു അവരെയും രക്ഷിക്കുവാൻ പ്രാപ്തനല്ലേ? എന്നാൽ ഈ ദൈവ സ്നേഹത്തെ കുറിച്ച് നാമല്ലേ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു ജീവിതത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കേ, ഞാനും പ്രാർത്ഥിക്കാം. അവരെയും നാം പ്രാർത്ഥിക്കുന്നതായ ആ
വിശ്വാസത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്ത് യേശുവിനോട് നീ പ്രാർത്ഥിച്ചാൽ സത്യമായും മറുപടി ലഭിക്കുമെന്ന് നാം പറയുമ്പോൾ, ആ വിഷയത്തിന് മറുപടി ലഭിക്കുമ്പോൾ ആ വ്യക്തിയും ഈ ദൈവത്തെ കുറിച്ച് അവൻ അറിയുകയും ഈ ദൈവം ആരെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു ജിജ്ഞാസയും കൂടെ അവന്റെ ജീവിതത്തിൽ കടന്നു വരിക. അതിന് മുഖാന്തരമായി എനിക്കും നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയത്തില്ലേ? പകൽക്കാലം ഒന്ന് ചിന്തിക്കേ. അതിന് മുഖാന്തരമായി എനിക്ക് നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയത്തില്ലേ? ജീവിതത്തിന് പല മേഖലകളിലായിരിക്കുന്നു. ശുശ്രൂഷ മേഖല, ജോലി മേഖല, സമൂഹത്തിലൊക്കെ നമ്മൾ പോകുന്നില്ലേ? ഈ കർത്താവിനെ കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞൂടെ? പ്രതിസന്ധികൾ അവിടെ ഒക്കെ ഉണ്ടാകട്ടെ, അതൊന്നും നമ്മൾ നോക്കേണ്ട. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ പറയേണ്ടത് ആവശ്യം. ഇവിടെ പ്രതിസന്ധികൾ കൂടെ വെളിപ്പെട്ട ദൈവിക വെളിപ്പാട്, അത് എന്തെങ്കിലും പ്രതിസന്ധിക്കകത്ത് വെളിപ്പെട്ട ആ ദൈവിക വെളിപ്പാടിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. അങ്ങനെ മുമ്പോട്ട് പോയാൽ സത്യമായിട്ടും ദൈവത്തിൽ നിന്നുള്ളതായ ആ ഒരു അഭേദ്യമായ ഒരു ബന്ധം അത് മനസ്സിലാക്കുമ്പോൾ, അതായത് നമ്മുടെ ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നാം മനസ്സിലാക്കുന്നത്. ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുമ്പോൾ ആ ദൈവമായിട്ടൊരു അഭേദ്യ ബന്ധം നമുക്കുണ്ടാകുന്നു. ഈ ബന്ധം ഉള്ള കാലത്തോളം ഒരു ശത്രുവിന് നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. കേട്ടോ? ഈ അഭേദ്യമായ ബന്ധം വരണമെങ്കിൽ ഒരു പ്രതിസന്ധി വേണം. ഇനി ഒത്തിരി എക്സാമ്പിൾ ഉണ്ട്, പറയുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ദൈവമായിട്ടൊരു അഭേദ്യമായ ബന്ധം വേണമെങ്കിൽ അതിനകത്ത് ഒരു അനുഭവം വേണം നമുക്ക്. അതായത് ഞാൻ വീണ്ടും പറയുന്നു, ഒരു അനുഭവം കടന്നു വരുമ്പോൾ അനുഭവം കർത്താവെ ഈ പ്രതിസന്ധി മാറ്റണമേ, കർത്താവ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വിഷയം വേണം. കർത്താവെ ഈ പ്രതിസന്ധി എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് വന്നു? എന്റെ ദൈവത്തിന് എന്നോട് എന്താണ് സംസാരിക്കേണ്ടത്? എന്റെ ദൈവത്തിന് എന്നോട് എന്താണ് ഇടപെടേണ്ടത്? അതെന്റെ കർത്താവ് എന്നോട് സംസാരിക്കുക. എന്റെ അപ്പൻ എന്നോടൊന്ന് ഇടപെട്ടാൽ എനിക്ക് എന്റെ കർത്താവുമായിട്ടുള്ളൊരു ബന്ധം കൂടുതൽ സ്ഥാപിക്കുവാനിടയാണ്. ഒരു അഭേദ്യമായ ബന്ധത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ദൈവമായിട്ടൊരു അഭേദ്യമായ ബന്ധത്തിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദൈവമായിട്ടൊന്ന് നിങ്ങളൊന്ന് ശോധന കഴിക്കുക. കർത്താവേ, ശിഷ്യന്മാർ പറഞ്ഞു നീ ദൈവപുത്രനാണ് സത്യമെന്ന്. ദാര്യാവേശ് രാജാവ് വിളിച്ചു പറഞ്ഞു അങ്ങ് വിടിവിക്കുന്നവനും രക്ഷിക്കുന്നവനുമാണെന്ന്. അങ്ങനെയെങ്കിൽ എന്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കുക ശക്തനാ. എന്റെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുമ്പോൾ അങ്ങ് ആരാണെന്ന് ഒന്നുകൂടെ ഞാൻ മനസ്സിലാക്കി എന്റെ ദൈവത്തോട് ഞാൻ അഭേദ്യമായ ഒരു ബന്ധം സ്ഥാപിക്കും. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ രക്ഷിക്കപ്പെട്ടതാ, ഞാൻ സ്നാനപ്പെട്ടതാ, ഞാൻ അഭിഷേകം പ്രാപിച്ചതാ, ഞാൻ ശുശ്രൂഷ ചെയ്തതാ. ഇപ്പോൾ എന്റെ കർത്താവ് എന്നെ വിളിക്കുമ്പോൾ ഞാനായാലും ശരി, നിങ്ങളായാലും ശരി, ഇപ്പം പോകാമെന്ന് പറഞ്ഞിരിക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒന്ന് ഞാൻ പറയുന്നു, നമ്മുടെ മരണം വരെയും നാം പ്രാർത്ഥിക്ക്. ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ കർത്താവുമായിട്ടൊരു അഭേദ്യമായ ബന്ധം, ഈ ബന്ധമുള്ള കാലത്തോളം നമ്മുടെ ക്രിസ്തുവി സ്നേഹത്തിൽ നിന്ന് നമുക്ക് വേർപിരിയുവാൻ കഴിയത്തില്ല. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. കേട്ടോ? അതാണ് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആപത്ത് വന്നാൽ മാറുവോ? പൗലോസ് പറയുന്നില്ലേ? റോമാലേഖനത്തിൽ പറയുന്നില്ലേ? സ്തോത്രം. അത്രയ്ക്ക് ഉപദ്രവം ഏറ്റിട്ടും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുന്നതല്ല എന്ന് പറയുമ്പോൾ പകൽക്കാലം എനിക്കും നിങ്ങൾക്കും അങ്ങനെ പറയുവാൻ കഴിയുന്നുണ്ടോ? പ്രതിസന്ധി വരുമ്പം തളർന്നു പോകാതെ പ്രൈസ് ദി ലോർഡ് ദൈവത്തോട് അടുക്കുക. ഹല്ലേലൂയ. ഇതിനകത്ത് ഒത്തിരി പേര് വേദനയോടെ കഴിയുന്ന ജീവിതങ്ങളുണ്ട്. ജോലിയുടെ വിഷയത്തിന്മേലൊക്കെയും വളരെ പ്രയാസത്തോടെ ആയിരിക്കുന്ന ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. അവരോടൊക്കെ ഞാൻ പറയുന്നത്, ഈ പ്രതിസന്ധി നിങ്ങൾക്ക് വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധി മാറും. കേട്ടോ? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ട്. എന്നാൽ അതിനകത്ത് വെളിപ്പെട്ട ദൈവം ആരെന്നൊരു തിരിച്ചറിയുന്നത്. ദൈവമായിട്ടൊരു ബന്ധത്തിന് ഏൽപ്പിച്ചു കൊടുത്ത്
ഹാലലി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക എല്ലാവരും. ഹാലലി അറബനാധീകാരാബ ദൂഢപത്തനാരകസേവൈഡം ധീകാരാബ വളരെ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതത്തിനാ ദൈവികമായൊരു മറുപടി കർത്താവ് ഏറെ നാൾ കഴിയുന്നതിന് മുമ്പേ അവൻ തരുവാൻ ശക്തനായ ദൈവമാ. പടകിലുള്ളവർ വിചാരിച്ചു നശിച്ചു പോകുമെന്ന്. ദൂരെ നിന്ന് കണ്ട കർത്താവ് അടുക്കൽ വന്ന് വിടുതൽ അയച്ചുവെങ്കിൽ നിന്റെ പ്രാർത്ഥനാ വിഷയം കർത്താവ് ദൂരെ നിന്ന് കാണുന്നു. നിന്റെ ദൃഷ്ടിമണ്ഡലത്തിന്മേൽ, നിന്റെ ബുദ്ധിമണ്ഡലത്തിന്മേൽ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ലഭിക്കത്തില്ല എന്ന ശത്രു നിന്നെ കുറിച്ച് വിധി എഴുതിയിരിക്കുമ്പോഴും നീ വിധി എഴുതിയിരിക്കുമ്പോഴും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു, നീ കാറ്റും കാണത്തില്ല, നീ മഴയും കാണത്തില്ല, പക്ഷേ കുഴികളില് ജലം നിറഞ്ഞതുപോലെ, വെള്ളം നിറഞ്ഞതുപോലെ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുമായി എന്റെ യേശു കർത്താവ് നിന്റെ അടുക്കലുണ്ടെന്ന് ആത്മാവ് ആലോചന പറയും. ദൈവത്തിന്റെ പ്രവൃത്തി അല്ലാതെ ഒരു ദുഷ്ട പ്രവൃത്തിയും ജീവിതത്തിൽ വെളിപ്പെടുവാൻ ദൈവം അനുവദിക്കും. പ്രാർത്ഥിച്ച് മടുത്തിരിക്കുന്ന ജീവിതമേ, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ എന്റെ കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, എന്റെ കർത്താവിനെ അടക്കി റോമൻ ഇമ്പീരിയം മുദ്ര വെച്ച് പുറത്ത് മുദ്രയെല്ലാം വെച്ചു. എന്നാൽ ഒന്ന് മനസ്സിലാക്ക്, ആ റോമ ഗവൺമെന്റ് ഇമ്പീരിയം മുദ്ര തകർത്തുകൊണ്ട് ആത്മാവ് എന്റെ കർത്താവിനെ എഴുന്നേൽപ്പിച്ചുവെങ്കിൽ നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് ഹല്ലേലൂയ മൂന്നാം നാൾ ഒരു ഉയർപ്പുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവത്തിന്റെ പ്രവൃത്തി അല്ലാതെ ഒരു ദുഷ്ടപ്രവൃത്തിയും പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ മേൽ നടക്കത്തില്ല. അന്തർക്ഷാരബന്ധന ധീകാരാവ. അങ്ങനെ എന്റെ കർത്താവ് ഉയർപ്പിച്ചുവെങ്കിൽ ആ ഉയർപ്പിച്ചവന്റെ ആത്മാവ്, ആ ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവ് അന്താരാനാധീകാരാവ നിങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ആ ഉയർപ്പിച്ചവന്റെ ആത്മാവാ, ഉയർത്തെഴുന്നേറ്റവന്റെ ആത്മാവാണ് നിങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ആകെയാ ഈ പ്രതിസന്ധിക്കകത്ത് ദൈവത്തിന്റെ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ച ദൈവമായിട്ടൊരു അഭേദ്യ ബന്ധം സ്ഥാപിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടി നിങ്ങൾ ദൈവസ്ഥനെ ഒന്ന് ഏൽപ്പിച്ചു. ഹല്ലേലൂയ, ഒന്ന് ഹല്ലേലൂയ. ദൈവസ്ഥനെ കണ്ടത് അന്തർദാനഗതികാരാഭാരവൻ അന്തക്ഷാരബന്ധന ധീകാരാഭാരവന. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, എന്റെ മക്കളുടെ മുമ്പാകെ ദൈവവചനം അനുഭവത്തിന് വെളിച്ചത്തിലും നിൽക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ സഹായിച്ചുവല്ലോ. അപ്പച്ച, ഇന്ന് പകൽക്കാലം നാഥ അറിയിച്ചതായ ദൈവിക വചനമൊക്കെ എന്റെ മക്കളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ദൈവമായിട്ട് അഭേദ്യ ബന്ധം സ്ഥാപിച്ച് മുന്നേറുവാൻ സഹായിക്കണമേ. എന്ത് പ്രതിസന്ധികൾ കൂടെ കർത്താവ് നിന്റെ മക്കൾ മുന്നോട്ട് പോയാലും പ്രിയ ദൈവമേ, അപ്പച്ച, അതിനകത്ത് എന്റെ അപ്പൻ ആരെന്നുള്ളൊരു ദൈവിക വെളിപ്പാട് നിന്റെ മക്കൾക്ക് അധികമായി ദൈവം കൊടുക്കുമാറാകണമേ. അപ്പനുമായിട്ടൊരു അഭേദ്യ ബന്ധം എപ്പോഴും സ്ഥാപിക്കുവാൻ തക്കവണ്ണോ ദൈവം സഹായിക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, അപ്പച്ചാലിയ ദേവരെയും വർഷിപ്പിച്ച ദേവരെയും കർത്താവ് ആമേൻ കർത്താവിന്റെ വചനം കേട്ട ഏവരെയും ദൈവകത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവകൃപ നിറച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലമുള്ള ശുശ്രൂഷയുടെ മക്കളുടെ ജീവിതം മറക്കാനാവാത്ത ശുശ്രൂഷയത്തിനും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. താഴ്ത്തിയേൽപ്പിക്കുന്ന അങ്ങ് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. വിടുതലയച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇത്രയും സമയം എനിക്ക് സമയം വേർതിരിക്കുകയും പിന്നെ ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ആന്റിക്കും ബാക്കിയുള്ള എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ തളരരുത്. പ്രതിസന്ധിയിൽ കൂടെ ഒരു ദൈവിക വെളിപ്പാട് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. മാറാനാഥ.